ഡോക്ടർ മേരി ജോർജ് മേഡം, പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഹൈദരാബാദിൽ പൊതുജനത്തോട് ഒരു അസാധാരണ അഭ്യർത്ഥന നടത്തിയിരുന്നു. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത്, വിദേശയാത്ര ഒഴിവാക്കണം, ഇന്ധനം ലാഭിക്കണം, സാധ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണം എന്നിങ്ങനെയൊക്കെ. ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികളാണോ? എങ്ങനെയാണ് മേഡം ഇതിനെ നോക്കിക്കാണുന്നത്? മോദി പ്രഖ്യാപിച്ചത് ഒരു ഭാഗിക ലോക്ക്ഡൗൺ ആണോ? അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗോള തലത്തിൽ തന്നെ ഈ യുദ്ധം, അതായത് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ, ആ യുദ്ധം ആഗോള തലത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1 കോടിയോളം പേര് ഈ പറയപ്പെട്ട UAE മേഖലകളിൽ, അതായത് GCC മേഖലകളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ വഴി നമ്മുടെ റെമിറ്റൻസ് കുറയുന്നു, അവരുടെ ജോലി നഷ്ടപ്പെടുന്നു, അതുവഴിയായിട്ട് നമുക്കുള്ള റെമിറ്റൻസ് കുറയുന്നു. പിന്നെ അവിടെയുള്ള യുദ്ധത്തിൻ്റെ കെടുതി മൂലം റെമിറ്റൻസ് കുറയുന്നു. അത് ഒരു ഭാഗത്ത് നമ്മുടെ GDP-യെയും സംസ്ഥാനത്തിൻ്റെ GSDP-യെയും ഗുരുതരമായി ബാധിക്കുന്നു. അതേ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള 80% മുതൽ 90% വരെ ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയൊക്കെ മൂലം ആ ഇന്ധനത്തിൻ്റെ ഇറക്കുമതിയെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ധനവില ഇപ്പോൾ $105, $65 ഇരുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ $105 ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ അപ്പോഴും നമ്മുടെ ഇന്ധനത്തിൻ്റെ ഇറക്കുമതി ആവശ്യം കുറയുന്നില്ല. അതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ വില നമുക്കറിയാം. അതായത് ഇസ്രായേൽ US യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് 60,000-ൻ്റെ ചുറ്റുവട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന സ്വർണത്തിൻ്റെ വില ഇപ്പോൾ 1,32,000 രൂപ വരെ എത്തി ഒരു പവന്. അതിനുശേഷം അത് താഴേക്ക് വന്നു. ഇപ്പോഴും 1,12,000 രൂപയിലാണ് അത് നിൽക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇന്ത്യയിലെ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല. 800 ടൺ മുതൽ 1000 ടൺ വരെ സ്വർണമാണ് ഒരു വർഷം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഈ വിലക്കയറ്റം ഉണ്ടായിട്ടും ആ ഇറക്കുമതിയിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അക്ഷയ തൃതീയ ദിനത്തിൽ കേരളത്തിൽ മാത്രം 1200 കോടിയുടെ സ്വർണമാണ് വിറ്റഴിച്ചത്. അതായത് 933 കിലോ സ്വർണമാണ് കേരളത്തിൽ അന്ന് അക്ഷയ തൃതീയ ദിനത്തിൽ മാത്രം വിറ്റഴിച്ചത്. അപ്പോൾ എന്താണ് ഈ സ്വർണത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ കൊണ്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ യുദ്ധം നീണ്ടുപോകുന്നത് കൊണ്ട് ഇന്ധനത്തിൻ്റെ വിലക്കയറ്റം, ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി മൂലം ഇന്ധന വിലക്കയറ്റം ഇന്ത്യയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ തവണത്തെ വായ്പാ അവലോകന യോഗം തന്നെ വിലയിരുത്തി എന്താണ് പറഞ്ഞത്? ഈ തരത്തിൽ ഇന്ധന വിലയും മറ്റും മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വല്ലാതെ വർദ്ധിക്കും. എന്താണ് ഈ കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടത്, അതായത് നമ്മുടെ ഇറക്കുമതിയുടെ പേരിൽ കൊടുക്കേണ്ടി വരുന്ന പണം, അതുപോലെ നാം കയറ്റുമതി ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങൾ നമുക്ക് തരുന്ന പണം. അപ്പോൾ ഈ കയറ്റുമതിക്ക് കിട്ടുന്നതും ഇറക്കുമതിക്ക് കൊടുക്കേണ്ടി വരുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് നെഗറ്റീവ് ആവുക എന്ന് വെച്ചാൽ നാം കയറ്റി അയക്കുന്ന മൂല്യത്തേക്കാൾ കൂടുതൽ മൂല്യത്തിനുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോഴാണ് കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് രേഖപ്പെടുത്തുക. ഈ കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് രേഖപ്പെടുത്തപ്പെട്ടാൽ അത് എങ്ങനെയാണ് അന്താരാഷ്ട്ര രംഗത്ത് കൊടുത്തു തീർക്കേണ്ടത്? അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് കൊടുത്തു തീർക്കേണ്ടത് ഒന്നുകിൽ സ്വർണമായിട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ മിക്കവാറും അമേരിക്കൻ ഡോളറായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കമ്മട്ടത്തിൽ സ്വർണ്ണ ബാക്കിംഗ് കൊണ്ട് ഇപ്പോൾ 880 കോടിയോ മറ്റാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കമ്മട്ടത്തിലുള്ള സ്വർണ്ണ ബാക്കിങ്. അതുകൂടാതെ തന്നെ ഡോളറും അതുപോലെ പൗണ്ട് സ്റ്റേർലിംഗ് പോലെയുള്ള പ്രധാനപ്പെട്ട കറൻസികളുടെ ശേഖരവുമുണ്ട്. അപ്പോൾ ഈ കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കുന്ന പക്ഷം സ്വർണം, ഈ പറയപ്പെട്ട കറൻസി, ഇവയൊക്കെ പുറത്തേക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഇത് തീർക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ കറൻസിയിൽ കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്
കൊടുത്തു തീർക്കുക അസാധ്യം. കാരണം രാജ്യങ്ങൾക്ക് അത് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യൻ കറൻസി ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നോക്കുക, ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടത് 95 രൂപ 23 പൈസ എന്നോമറ്റിയാണ് ഒരു ഡോളറിൻ്റെ ഇന്ത്യൻ രൂപയുമായുള്ള എക്സ്ചേഞ്ച്. പക്ഷേ ഇപ്പോൾ അത് 98 രൂപയിലേക്ക് പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് പോകും. അതായത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ വർദ്ധിക്കുമ്പോൾ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യവും മൂക്കുകുത്തി വീഴും. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം മൂക്കുകുത്തി വീഴാതിരിക്കണമെങ്കിലും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൊടുത്തു തീർക്കണമെങ്കിലും നമ്മൾ നമ്മുടെ കമ്മട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചും ഒക്കെ ചെലവഴിക്കേണ്ടി വരും. അത് ഭാവിയിലേക്ക് വീണ്ടും കറൻസിയുടെ മൂല്യം കുറയാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, തൽക്കാലത്തേക്ക് 1 വർഷത്തേക്കെങ്കിലും സ്വർണം വാങ്ങൽ നിർത്തിവെക്കൂ. അതുപോലെ അതേ സമയത്ത് അദ്ദേഹത്തിന് പറയാനൊക്കില്ല ഇന്ധനം ഇനി ഇറക്കുമതി ചെയ്യേണ്ട, ഇന്ധനം ഉപയോഗിക്കേണ്ട എന്ന് പറയാനൊക്കില്ല. കാരണം എന്താണ്? ഇന്ധനം അനിവാര്യമായ, സമസ്ത മേഖലകളിലും അനിവാര്യമായ ചാലക ശക്തിയാണ് ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ധനം വേണ്ട എന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇന്ധനത്തിൻ്റെ ഉപയോഗം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ സിംഗപ്പൂർ എടുക്കുക. സിംഗപ്പൂരിൽ എക്സസ് കപ്പാസിറ്റി ടാക്സ് എന്നും പറഞ്ഞൊരു ടാക്സ് ഉണ്ട്. അതായത് 6 പേർക്ക് കയറാവുന്ന വണ്ടിയിൽ 7ാമതൊരാളെ കൂടി കയറ്റിയിരുത്തിയാൽ അതിന് ടാക്സ് ഈടാക്കുക. അതാണ് എക്സസ് കപ്പാസിറ്റി. ഒരു കാറിൻ്റെ കാര്യം, അങ്ങനെയുള്ള ഏത് വെഹിക്കിളായാലും ഇപ്പോൾ 2 പേർക്ക് പോകാവുന്ന ഒരു 2 വീലറിൽ 3 പേർ കയറിയിരുന്നാൽ എക്സസ് കപ്പാസിറ്റി ടാക്സ് ഈടാക്കും. എന്തിനാണ് അങ്ങനെ ടാക്സ് ഈടാക്കുന്നത്? ഒന്നാമത് അത് അപകടകരമായ യാത്രയാണ്. രണ്ടാമത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ എൻകറേജ് ചെയ്യാനായിട്ട്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ എൻകറേജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയപ്പെട്ടതുപോലെ നമ്മളിപ്പോൾ 80% മുതൽ 90% വരെ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അത് ട്രെയിൻ വഴിയായിട്ടോ അല്ലെങ്കിൽ ബസ് വഴിയായിട്ടോ ഒക്കെ യാത്ര ചെയ്യാം എല്ലാവരും എന്ന് വയ്ക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട കാറുകളും അങ്ങനെയുള്ളതെല്ലാം ഷെഡിൽ കിടന്നോളും. അതിനുവേണ്ടി പെട്രോൾ ചെലവഴിക്കേണ്ടി വരില്ല. അപ്പോൾ ചോദിക്കും, ആ ബിസിനസ്സോ? ആ ബിസിനസ് കൊണ്ട് നന്നാകുന്നത് വലിയ പണക്കാരാണ്, കോർപ്പറേറ്റുകളാണ്, സാധാരണക്കാരല്ല. പിന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കാറും ഒക്കെ വാങ്ങിച്ച് കൂട്ടുന്നത്? അന്തസ്സിന് വേണ്ടി, ഒരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ? അയൽവാസിക്ക് കാറുണ്ടെങ്കിൽ എനിക്കും കാറില്ലെങ്കിൽ എന്തോ കുറവ് തോന്നും. അയൽവാസിയുടെ വീട് വലിയ വീടാണെങ്കിൽ എനിക്കും അതുപോലെ. അതിനുവേണ്ടിയാണ് നമ്മൾ കടം വാങ്ങിച്ചും കാറ് വാങ്ങുന്നത്, കടം വാങ്ങിച്ചും വീട് പണിയുന്നത്, ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് വഴിയാണ് പലരും വെഹിക്കിൾസ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ധനത്തിൻ്റെ ഇറക്കുമതി വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റും ഇന്ത്യയിലേക്ക്. അങ്ങനെ ഇന്ധനത്തിൻ്റെ ഇറക്കുമതി കുറച്ചാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടും? അപ്പോൾ നമ്മുടെ ഇന്ധനത്തിൻ്റെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ വരൽ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ലഭ്യമായ പെട്രോളും ഡീസലും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ. അതുകൊണ്ടാണ് അദ്ദേഹം ആ തരത്തിൽ പറഞ്ഞത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഈ അദ്ദേഹം പറഞ്ഞതിൻ്റെ നീതീകരണം, സാധൂകരണം നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പാ അവലോകന യോഗം മാർച്ച് അവസാന വാരത്തിൽ നടത്തിയ വായ്പാ അവലോകനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഈ യുദ്ധം ഇന്ത്യയുടെ GDP വളർച്ചയെ 0.5%-നും 1%-നും ഇടയ്ക്ക് നല്ല 0.5%-നും 0.5% വരെ കുറച്ചേക്കാം എന്ന് പറഞ്ഞു GDPയുടെ ഗ്രോത്ത്. അപ്പോൾ അതായത് അത് അതായത് കോർ സെക്ടേഴ്സിലെ ഉൽപ്പാദനം കുറഞ്ഞേക്കാം. അങ്ങനെ വരാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ട്. ആ കാരണങ്ങളിലേക്ക് എല്ലാം പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു EY എന്ന ഒരു റേറ്റിംഗ് ഏജൻസി, EY റേറ്റിംഗ് ഏജൻസി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ GDPയിലെ 1% മുതൽ 1.5% വരെ താഴോട്ട് പോയേക്കാം, കുറഞ്ഞേക്കാം, കുറവ് രേഖപ്പെടുത്തിയേക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്താണ് പറഞ്ഞത്? ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ GDP വളർച്ചയെയും
ഒക്കെ സാരമായി ബാധിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു. അത് ഇല്ലാതെയാക്കാനുള്ള പരിശ്രമത്തിനിടയിൽ GDP ഗ്രോത്ത് കുറയും. GDP ഗ്രോത്ത് കുറയുന്നത് പോലെ തന്നെ നമ്മുടെ കറൻസിയുടെ വാല്യൂ വീണ്ടും വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ എന്താണ് പറയുക EY റിപ്പോർട്ട് രേഖപ്പെടുത്തിയത്. EY പറഞ്ഞു 1% മുതൽ 1.5% വരെ നമ്മുടെ GDPയുടെ വളർച്ച പുറകോട്ടടിച്ചേക്കാം എന്ന് പറഞ്ഞു. അതുപോലെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഓഹരി വിപണിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇടിവ്, അതായത് ഇൻഫോസിസിൻ്റെ ഓഹരികളിൽ തന്നെ 7% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കണം, മരുന്ന് നിർമ്മാണം, നമ്മുടെ ഇന്ത്യൻ മരുന്ന് നിർമ്മാണം തന്നെ പ്രതിസന്ധിയിലായി. എങ്ങനെയാണ് മരുന്ന് നിർമ്മാണം പ്രതിസന്ധിയിലായത്? അമോണിയം, ഹീലിയം എന്നിവ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസാണ് അമോണിയം, ഹീലിയം എന്നിവ. ഇത് രണ്ടും ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഇറക്കുമതിയെ അത് ബുദ്ധിമുട്ടിലാക്കുന്നു. യുദ്ധം ബുദ്ധിമുട്ടിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ ഈ പറയപ്പെട്ട ഇൻഡസ്ട്രീസൊക്കെ ബുദ്ധിമുട്ടിലാകുന്നു എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് തൊഴിലില്ലായ്മ ഇന്ത്യയിൽ രൂക്ഷമാകും. അതുതന്നെയാണ് പ്രധാനപ്പെട്ട 8 വ്യവസായങ്ങൾ, കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയും. ഈ കോർ ഇൻഡസ്ട്രീസിൻ്റെ ഉൽപ്പാദനത്തിൽ മാറ്റം വരുന്നുണ്ട്, ഇടിവ് വരുന്നുണ്ട്. അവയിൽ പലതിലും എന്താണ് പറയുക, തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരാറുണ്ട്. ടെക്സ്റ്റൈൽ മേഖല തന്നെ എടുക്കുക. ടെക്സ്റ്റൈൽ മേഖലയിൽ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട്, അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്ന ഈ പറയപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞു പോകുന്നു. അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കുക. 15% നിന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി കുറച്ച് അത് 5-6% എത്തിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ സ്വർണത്തിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അത് 12-ലേക്കോ 15-ലേക്കോ വീണ്ടും തിരിച്ചു കൊണ്ടുപോയേക്കാം. അങ്ങനെ ഒരു ശ്രുതിയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലായി പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിലയിലും വർധനവ് ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ കഴിവതും സ്വർണത്തിൻ്റെ ഡ്യൂട്ടി കൂട്ടിക്കൊള്ളട്ടെ, പക്ഷേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് കഴിവതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതൊക്കെ കാരണം കൊണ്ട് അതിൻ്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ആ ചോദ്യം, ഇത് ഡിപ്ലോമസിയിലെ, അതായത് ഒരു പരിധി വരെ US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. അതിനു മുൻപ് തന്നെ ഇന്ത്യയുടെ മേൽ US വലിയ താരിഫ് യുദ്ധം നടത്തിയിരുന്നു. പല തട്ടുകളിലായിട്ട് ആ താരിഫ് യുദ്ധത്തിൻ്റെ കെടുതികൾ നാം അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇവിടെ വലിയ വിലക്കയറ്റമുണ്ടായി. അപ്പോൾ ആ സാഹചര്യം, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നതുപോലെയാണ് താരിഫ് യുദ്ധത്തിൽ തുടങ്ങി ട്രംപ് ഭരണം തുടങ്ങിയതോടെ അതിനുശേഷമാണ് ഇറാന് നേരെ തിരിയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഡിപ്ലോമസിയിൽ ഫെയിലിയർ, പിന്നെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിൻ്റെ ഡിപ്ലോമസിയിലെ ഒരു ഫെയിലിയർ ഇതിനകത്ത് ഈ ട്രംപുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഫാക്റ്റാണ്. കാരണം എല്ലാ കാലത്തും ഇന്ത്യയും US-ഉം തമ്മിൽ പിന്നെ ഒട്ടിച്ചേരാറില്ല, പക്ഷേ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ ഘട്ടത്തിലും ഇന്ത്യക്ക് ആവശ്യം വരുമ്പോൾ അമേരിക്കയുടെ PL 480, പബ്ലിക് ലോ 480 അനുസരിച്ച് ധാന്യങ്ങളും മെയ്സും ഒക്കെ നമുക്ക് തന്നിരുന്നു. നമ്മളെ തീറ്റിപ്പോറ്റി ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് എന്നും നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അതേ സമയത്ത് നമ്മൾ അടിമകളെ പോലെ അടിയറവ് പറയുന്ന ഒരവസ്ഥ ഇല്ലായിരുന്നു താനും. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഡിപ്ലോമസിയിൽ വന്ന പാളിച്ച കൊണ്ട് തന്നെ ആകാം ഈ തീരുവ യുദ്ധം ഇന്ത്യയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊക്കെ ആകാം രാഹുൽ ഗാന്ധിയെ കൊണ്ട് അപ്രകാരം ഒരു കമൻറ്റ് നടത്താൻ പ്രേരിപ്പിച്ചത്. മാഡം, പ്രതിസന്ധി ആഗോളമാണ്. അതിനാൽ ജനങ്ങളും പങ്കാളികളാകണമെന്ന സന്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു.
വിനോദസഞ്ചാരം, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങിയവയ്ക്കായുള്ള വിദേശയാത്രകൾ 1 വർഷത്തേക്ക് ഒഴിവാക്കണമെന്നൊക്കെ മോദി ആവശ്യപ്പെടുകയാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണോ? കൂടുതൽ കർശന നടപടികൾ വരുമോ ഇനിയുള്ള ദിവസങ്ങളിൽ? അതായത് ഇത് വസ്തുനിഷ്ഠമായി പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഈ പറഞ്ഞതുപോലെ ഡെസ്റ്റിനേഷൻ മാരേജിന് വേണ്ടിയും മറ്റും വിദേശത്തേക്ക് പോവുക, ഈ ഇന്ത്യക്കകത്ത് തന്നെ ഡെസ്റ്റിനേഷൻ മാരേജസ് ഒക്കെ വലിയ ആർഭാടത്തിൽ നടത്തുക, ഇതിനൊക്കെ എതിരെ വലിയ തോതിൽ നികുതി ചുമത്തേണ്ടതാണ്. കാരണം പണക്കാരാണെങ്കിൽ എന്തുമാകാം എന്ന രീതിയിലുള്ള ചെലവുകളാണ് ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം, ഡെസ്റ്റിനേഷൻ മാരേജസിനെതിരായിട്ട് ഒരു തീരുമാനം ഒരു നയപ്രഖ്യാപനം നടത്തുന്നത് ഈ പ്രതിസന്ധിയുടെ ആഴം കുറച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് നമ്മൾ എത്ര കണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് കുറവ് പ്രയോജനപ്പെടുത്തുന്നുവോ അത്ര കണ്ട് നമ്മുടെ കറൻസിയുടെ മൂല്യം ശക്തമായിരിക്കും. മൂല്യം ശക്തമാകാതെ താഴേക്ക് പോകുന്ന പക്ഷം നമ്മൾ കൂടുതൽ നമ്മുടെ കമ്മട്ടത്തിൽ നിന്നുള്ള സ്വർണവും മറ്റു ഫോറിൻ എക്സ്ചേഞ്ചും വിറ്റഴിക്കേണ്ടി പുറത്തേക്ക് എടുക്കേണ്ടി വരും. അത് വീണ്ടും നമ്മുടെ കറൻസിയെ ദുർബലപ്പെടുത്തും. അതുപോലെ ഡെസ്റ്റിനേഷൻ മാരേജ് എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിൽ വി ആർ ട്രാവലിംഗ് എബ്രോഡ്, നമ്മൾ വിദേശത്ത് യാത്ര ചെയ്യുന്നു, വിദേശത്ത് കുറേ ദിവസം ഡെസ്റ്റിനേഷൻ മാരേജിൻ്റെ പേരിൽ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയല്ല, അങ്ങോട്ട് അത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കാൻ കാരണമാകുന്നു. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കാൻ സഹായകമായ എല്ലാ പ്രവർത്തനങ്ങളും കുറയ്ക്കുക എന്നാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അത് തീരുമാനം, പ്രഖ്യാപനം, പ്രഖ്യാപനമല്ല, അത് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റാണ്, മാന്യമായ ഒരു റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ കറൻസി വാല്യൂ പിടിച്ചു നിർത്താൻ, അതായത് ചരിത്രത്തിൽ ആദ്യമാണ് 98 രൂപ $1 എന്ന നിലയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഒരു തന്ത്രം എന്ന് തന്നെ വേണം അത് കരുതാനായിട്ട്. അപ്പോൾ അത് റൈറ്റ് സെൻസിലെടുത്ത് കഴിവതും അതനുസരിക്കുകയാണ് നമ്മൾ പൗരജനങ്ങൾ ചെയ്യേണ്ടത്. അതല്ല, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ യുദ്ധം അപ്രതീക്ഷിതമായി നീണ്ടുപോവുകയോ ഉഗ്രരൂപം പ്രാപിക്കുകയോ ചെയ്യാതെ യുദ്ധം നിലയ്ക്കുകയാണ് എങ്കിൽ, അതായത് മാർപ്പാപ്പ പോലും ട്രംപിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ട്രംപ് മാർപ്പാപ്പയെ അവഹേളിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ട്രംപാണ്. അപ്പോൾ ട്രംപിൻ്റെ അടുത്തുനിന്ന് നല്ലതൊന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ടാണല്ലോ ഇതുവരെയുള്ള എല്ലാ പ്രസിഡൻറ്റുമാരുമായിട്ട് ഇന്ത്യക്ക് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ 2ാം വരവിലാണ്, ആദ്യ വരവിലും അത്ര സുഖകരമായിരുന്നില്ല, 2ാം വരവിലാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ മോശമാകുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ട്രംപ് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുവോളം ഒരു പക്ഷേ യുദ്ധം ഇനിയും നീണ്ടുപോകാം, ഉഗ്രരൂപം പ്രാപിക്കാം. അപ്പോഴൊക്കെ ഇന്ത്യ, പ്രധാനമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിൽ അന്വർത്ഥമാക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരായ നമുക്കാണ് അതിൻ്റെ പ്രയോജനമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ സെൻസിൽ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.